അമിതമായി മൊബൈൽ ഉപയോഗിച്ച് മാനസിക നില തകരാറിലായ യുവാവ് സ്വന്തം പിതാവിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. സംഭവം നടന്നിരിക്കുന്നത് മറ്റങ്ങുമല്ല, തിരുവനന്തപുരത്താണ്. പിതാവിന്റെ മർദ്ദനമേറ്റ് മരിച്ച സംഭവത്തിൽ പോലീസ് ഇപ്പോൾ വെൺപകൽ സ്വദേശിയായ സിജോ സാമുവലിനെ 19 വയസ്സുകാരനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. വെള്ളിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗത്തിലൂടെ സിജോയുടെ മാനസിക നില തകരാറിലായിരുന്നു. ഇടയ്ക്കൊക്കെ തന്നെ ചികിത്സ കൊടുത്തിരുന്നു. സുനിൽകുമാറും ഭാര്യ ലളിതാകുമാരിയും അച്ഛനും അമ്മയും മറ്റൊരിടത്തേക്ക് വാടക വീട്ടിൽ താമസം മാറിയിരുന്നു. ഇടയ്ക്ക് ഭക്ഷണം എത്തിച്ചു നൽകാനായി ഇവർ എത്തിയിരുന്നു. അങ്ങനെ ഒരു ദിവസം പിതാവ് ഭക്ഷണവുമായി എത്തിയപ്പോൾ പിതാവിനോട് പണം ആവശ്യപ്പെട്ടു. നൽകാതെ വന്നതോടെ പിതാവിനെ കടന്നാക്രമിക്കുകയായിരുന്നു. അടിയേറ്റ് വീണ സുനിൽകുമാറിനെ ഉടനടി നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും സുനിൽകുമാറിന് മരണം സംഭവിക്കുകയായിരുന്നു. ആശുപത്രിയിലെത്തിയപ്പോൾ അച്ഛൻ പറഞ്ഞത് കാൽ വഴുതി വീണു എന്നായിരുന്നു. പക്ഷേ കാൽ വഴുതി വീണാൽ സംഭവിക്കുന്ന പരിക്കല്ല എന്ന് മനസ്സിലാക്കി ആശുപത്രി അധികൃതരായിരുന്നു പോലീസിൽ വിവരം അറിയിച്ചത്. അങ്ങനെയാണ് ഈ രഹസ്യം പുറത്തു വരുന്നത്. സുനിൽകുമാർ ലളിതാകുമാരി ദമ്പതികളുടെ 3 മക്കളിൽ ഏറ്റവും ഇളയാൾ കൂടിയാണ് സിജോയ്. ഇപ്പോഴത്തെ യുവതലമുറയിൽ ഉയർന്നു വരുന്ന മൊബൈൽ ഫോൺ ഉപഭോഗത്തിന്റെ മറ്റൊരു വശത്തിന്റെ ക്രൂരമുഖത്തിന്റെ അവസാനത്തെ ഇര കൂടിയാണ് സുനിൽകുമാർ.